ഹലോ എല്ലാവർക്കും ഈ ആഴ്ചത്തെ വീക്ക്ലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. നമുക്ക് ഹെഡ്ലൈൻസിലേക്ക് പോവാം. ചെനാബ് റെയിൽവേ ബ്രിഡ്ജ്, വേൾഡ്സ് ടാളസ്റ്റ് റെയിൽ ബ്രിഡ്ജ് കണക്ടിംഗ് കശ്മീർ ടു ഇന്ത്യാസ് ഹാർട്ട്ലാൻഡ്. India's next census, why it's critical for the economy, governance and policy planning. Axiom 4, mission and India's space leap. നമുക്ക് ആദ്യത്തെ ന്യൂസിലേക്ക് പോവാം. ചെനാബ് റെയിൽവേ ബ്രിഡ്ജ്, വേൾഡ്സ് ടാളസ്റ്റ് റെയിൽ ബ്രിഡ്ജ് കണക്ടിംഗ് കശ്മീർ ടു ഇന്ത്യാസ് ഹാർട്ട്ലാൻഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫേമസ് ന്യൂസാണിത്. ഇന്ത്യക്ക് അഭിമാനമായിട്ടുള്ള ചെനാബ് ബ്രിഡ്ജ് ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്ര മോദി ജൂൺ 6 ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ബ്രിഡ്ജ് ഇന്ത്യയുടെ വേൾഡ് ഇമേജിലെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ സ്ഫിയറിൽ നമ്മുടെ ഒരു ഇമേജ് തന്നെ മാറ്റുന്നത്, നമ്മളെ മറ്റൊരു തലത്തിലേക്ക് ഒരു എഞ്ചിനീയറിംഗ് മാർവൽ എന്നുള്ള രീതിയിൽ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ്. അത് മാത്രമല്ല, അതിന് കുറച്ചും കൂടി കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് അതിൻ്റെ ലൊക്കേഷനിലാണ്. അപ്പോൾ നമുക്ക് പതുക്കെ ന്യൂസിലേക്ക് പോവാം. എന്താണ് ഈ ബ്രിഡ്ജ്, എവിടെയാണ് ഈ ബ്രിഡ്ജ്? ഈ ബ്രിഡ്ജ് ജമ്മു കശ്മീരിലെ റിയാസി ഡിസ്ട്രിക്റ്റിലാണ് ഈ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. ഏത് റിവറിന് അക്രോസ് ആയിട്ടാണ്? ചെനാബ് റിവറിന് അക്രോസ് ആയിട്ടാണ് ഈ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഹൈറ്റ് 359 മീറ്റർ, ചെനാബ് റിവറിൽ നിന്ന് 359 മീറ്റർ മുകളിലാണ് ഈ പറയുന്ന ബ്രിഡ്ജ്. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇത് കമ്പാരിസൺ വരെ വരുന്നുണ്ട്. ഈഫൽ ടവറിന് ഒരു 35 മീറ്റർ കൂടി ഹൈറ്റ് കൂടുതലാണ് ഈ ബ്രിഡ്ജിന് എന്നുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വൺ ഓഫ് ദി ഹയസ്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ വേൾഡിലെ ഹയസ്റ്റ് ആർച്ച് ബ്രിഡ്ജ്, റെയിൽവേ അല്ലെങ്കിൽ മോഡേൺ റെയിൽവേ ആർച്ച് ബ്രിഡ്ജിൽ വേൾഡിലെ ഹയസ്റ്റ് ആണ് എന്ത്? ഈ ചെനാബ് ബ്രിഡ്ജ്. അപ്പോൾ ഈ ബ്രിഡ്ജിന് കുറച്ച് പ്രത്യേകത കൂടി ഉണ്ട്. എന്ന് വെച്ചാൽ ഈ ബ്രിഡ്ജ് നിങ്ങൾക്കറിയാം, ഇത് ബിൽഡ് ചെയ്തിരിക്കുന്ന സ്ഥലം അത്ര എളുപ്പമുള്ളൊരു ടെറൈൻ അല്ല, അല്ലേ? ഇത് സെയ്സ്മിക് വേവ്സിലെ സോൺ 5, അതായത് ക്രിട്ടിക്കൽ കാറ്റഗറിയിൽ നിൽക്കുന്ന സെയ്സ്മിക് വേവ്സ് എന്ന് പറഞ്ഞാൽ എർത്ത് ക്വേക്ക്. സോൺ 5 എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. അവിടെ സ്ഥിരമായിട്ട് നമുക്കറിയാം ഇന്ത്യൻ പ്ലേറ്റ് വന്ന് യുറേഷ്യൻ പ്ലേറ്റിൽ ഇടിച്ചപ്പോൾ പൊങ്ങി വന്ന, അതായത് നമ്മുടെ ഡെത്ത് സീയുടെ സെഡിമെന്റ്സ് പൊങ്ങി വന്നാണ് എന്തുണ്ടായത്? ഹിമാലയം ഉണ്ടായത്. അപ്പോൾ ഹിമാലയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓരോ വർഷം തോറും ഈ സെയ്സ്മിക് മൂവ്മെന്റ് കൊണ്ട് തന്നെ അത് ഹൈറ്റ് കൂടുകയും ചെയ്യുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ സെയ്സ്മിക് വേവ് വരുമെന്ന് നമുക്കറിയാം. അപ്പോൾ ആർക്കിടെക്ചർ എങ്ങനെ ഉണ്ടാക്കണം? അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കണം, അല്ലേ? അപ്പോൾ സോൺ 5 ഇന്ത്യയിലെ ഹൈ സെയ്സ്മിക് ആയിട്ടുള്ള ഏരിയയിലാണ് ഈ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടെ എക്സിസ്റ്റിംഗ് റോഡ്സ്, ഈ ബ്രിഡ്ജ് ഉണ്ടാക്കാനായിട്ട് നമുക്കിപ്പോൾ ഈ റോ മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുപോകണമല്ലോ. അപ്പോൾ എക്സിസ്റ്റിംഗ് റോഡ്സിൻ്റെ ഒരു ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഉണ്ടായിരുന്നു. അത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കണ്ടീഷനിലാണ് ഈ ബ്രിഡ്ജ് നിർമ്മിക്കപ്പെട്ടത്. അതുപോലെ തന്നെ ചെനാബ് നദിയുടെ ഒഴുക്ക് തടയാതെയാണ് ഈ ബ്രിഡ്ജ് പണിയാൻ നമ്മൾ ശ്രമിച്ചിരുന്നത്. ഓക്കെ, ഇനി ഏത് അതോറിറ്റിയാണ് ഇതിന് മുൻകൈ എടുത്ത് മുന്നോട്ട് വന്നത്? കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ എന്ന് പറയുന്ന ഈ അതോറിറ്റി ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഇതിനു മുന്നേ വളരെ റിസ്കിയർ ആയിട്ടുള്ള കുറേ പ്രൊജക്റ്റുകൾ ചെയ്ത് പരിചയമുള്ളത് കൊണ്ട് തന്നെ അവർക്കാണ് ഇതിൻ്റെ ഒരു ലീഡ് അതോറിറ്റി ആയിട്ട് അവരെയാണ് ഏൽപ്പിച്ചിരുന്നത്. അതുപോലെ തന്നെ DRDO, ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കുറേ ഡീറ്റെയിൽസ് കാണാം, പക്ഷേ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ കൊങ്കൺ റെയിൽ അതോറിറ്റിയും അതുപോലെ തന്നെ DRDO എന്ന് പറയുന്നത് നമ്മുടെ ഡിഫൻസ് എക്യുപ്മെൻറ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആയിട്ടുള്ളൊരു ഏജൻസിയാണ്. അവരെന്തിനാണ് ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത്? കാരണം ഈ ബ്രിഡ്ജ് പണിതിരിക്കുന്ന ഈ ഏരിയ നിങ്ങൾക്കറിയാം, ജമ്മു ആൻഡ് കാശ്മീരിലെ ഈ ഏരിയ ഒരു ടെററിസം പ്രോൺ ഏരിയയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ടെറർ അറ്റാക്സ് വന്നുകൊണ്ടിരിക്കുന്ന റീസെൻ്റ്ലി വന്ന അറ്റാക്ക് എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇൻസർജൻസി ഉള്ള ഒരു സ്ഥലത്ത് നമുക്ക് ബ്ലാസ്റ്റുകളെല്ലാം പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ബ്രിഡ്ജിൽ അങ്ങനെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ സാധിക്കണം. അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു ബ്രിഡ്ജ് ബ്ലാസ്റ്റിൻ്റെ റെസിസ്റ്റൻസ് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത അതോറിറ്റിയാണ് എന്ത്? DRDO. ഓക്കെ, അതുപോലെ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ഏകദേശം 28,660 മെട്രിക് ടൺസ് സ്റ്റീൽ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ബ്രിഡ്ജ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ലൈഫ് സ്പാൻ ഏകദേശം ഒരു 120 ഇയേഴ്സ് ആണ് പറയുന്നത്. ഏകദേശം 100 km/h സ്പീഡിൽ സഞ്ചരിക്കുന്ന ട്രെയിൻ ഇതിന് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ 8 മാഗ്നിറ്റ്യൂഡ് വരെയുള്ള ഒരു എർത്ത് ക്വേക്കിനെ അതിനെ എതിർത്ത് നിൽക്കാൻ സാധിക്കും. അതുപോലെ ഏകദേശം ബ്ലാസ്റ്റ്, ഒരു ഇൻസർജൻസി വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ബ്ലാസ്റ്റ് ഉണ്ടായാൽ അതിനെയും റെസിസ്റ്റ് ചെയ്യാൻ ഇതിന് സാധിക്കും. അതുപോലെ 266 km/h വേഗതയിൽ ഒരു കാറ്റ് വീശിയാലും ഇതിന് റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ സാധിക്കും. ഓക്കെ, ടെമ്പറേച്ചർ -20°C വരെ ഇതിന് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഇതിനകത്ത് നമുക്ക് മേജർ ആയിട്ടുള്ള കമ്പോണൻസ് ഒന്ന് നിങ്ങൾക്കറിയാം, ചെനാബ് റെയിൽവേ ബ്രിഡ്ജ് തന്നെയാണ്. മറ്റൊന്ന് അഞ്ചിഖഡ്, അതായത് ഇന്ത്യയുടെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽ ബ്രിഡ്ജ് ആണത്, അല്ലേ? അപ്പോൾ ഈ രണ്ട് കമ്പോണൻസും അതിനകത്ത് ഇമ്പോർട്ടൻ്റ്
ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ പറയുന്ന കംപ്ലീറ്റ് പ്രോജക്റ്റ്, ഈ റെയിൽ പ്രോജക്റ്റ് എന്തിൻ്റെ ഭാഗമാണ്? ഉധംപൂർ ശ്രീനഗർ ബാരമുല റെയിൽ ലൈൻ USBRL എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാണ്. കുറേ കാലമായിട്ട് നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയും പക്ഷേ സാധിച്ചപ്പോൾ നമുക്കത് ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇനി ഇതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഡീറ്റെയിൽസ് കുറച്ചുകൂടി ഒരു PSC എക്സാമുകൾക്ക് നമുക്ക് ഉപകാരപ്പെടും. പക്ഷെ നമുക്ക് എങ്ങനെയാണ് ഒരു UPSC എക്സാമിലേക്ക് ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുക, എങ്ങനെയാണ് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുക? UPSC എക്സാമിൽ ചിനാബ് റിവറിൻ്റെ മുകളിൽ ഇങ്ങനൊരു പാലം വന്നു, ശരി, ആ പാലത്തെക്കുറിച്ച് ഡയറക്റ്റ്ലി ഒരു ചോദ്യം വരാ എന്ന് പറയുന്ന ചാൻസ് വളരെ കുറവാണ്. ചോദ്യം ചോദിക്കാൻ ഇപ്പോൾ ഈ അടുത്തിടെ കുറേ അധികം പാലങ്ങൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. ചിനാബിൻ്റെ ഈ പാലം, അതുപോലെ അഞ്ചിഘട്ട് പാലം, അതുപോലെ പാമ്പൻ ബ്രിഡ്ജ്, വെർട്ടിക്കൽ ലിഫ്റ്റ് ബ്രിഡ്ജ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പാലങ്ങൾ, സീ ബ്രിഡ്ജ്, നമുക്ക് ലോങ്ങസ്റ്റ് സീ ബ്രിഡ്ജ് നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പാലങ്ങൾ എവിടേക്കാണ് പിന്നെ ഉണ്ടായത്? അങ്ങനെ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ വരാൻ പ്രിലിംസിന് ചാൻസ് ഉണ്ട്. മറ്റൊരു ചാൻസ് എന്താണെന്ന് വെച്ചാൽ ചിനാബ് നദി ട്രിബ്യൂട്ടറീസ്, അതുപോലെ ഇൻഡസ് വാട്ടറിൻ്റെ ട്രിബ്യൂട്ടറീസ്, ഇൻഡസ് റിവറിൻ്റെ ട്രിബ്യൂട്ടറീസ്, ഇതൊക്കെയാണ് ജിയോഗ്രഫിക്കലി അവിടെ വരാൻ ചാൻസ് ഉള്ള മറ്റൊരു ചോദ്യം. പിന്നെ നമുക്ക് മെയിൻസിന് ഈ പറയുന്ന ഒരു പ്രൊജക്റ്റിനെ എടുത്ത് ചോദിക്കാൻ, അങ്ങനെ പ്രൊജക്റ്റിനെ പർട്ടിക്കുലറായിട്ട് എടുത്ത് ചോദിച്ചാൽ എന്തായിരിക്കും ചോദിക്കുക അവർ? ഈ പ്രൊജക്റ്റ് വരുന്നത് കൊണ്ട് ആ ഏരിയയിൽ വരുന്ന ഗുണങ്ങൾ, അതാണ് നമ്മൾ അറിയേണ്ടത് അല്ലേ? ഈ പറയുന്ന ഫാക്റ്റുകളെല്ലാം ശരിക്കും പറഞ്ഞ് ഇൻ്റർനെറ്റ് നോക്കി ആർക്കാണ് കിട്ടാത്തത്? കറക്റ്റ്. അപ്പോൾ അതിനപ്പുറത്തേക്കാണ് UPSC നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. എന്താണ് ആവശ്യപ്പെടുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്ത്, ഇങ്ങനൊരു പ്രൊജക്റ്റ് വന്നു കഴിഞ്ഞാൽ എന്താണ് അവിടെ വരാൻ പോകുന്ന മാറ്റം? അതല്ലേ നമ്മൾ അറിയേണ്ടത്. അവിടെ ജമ്മു ആൻഡ് കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ടൂറിസം ബൂസ്റ്റ്, ഒരു ട്രേഡ് ബൂസ്റ്റ്, അതുപോലെ കശ്മീർ വാലിയെ ഈ ബാക്കിയുള്ള സ്ഥലങ്ങൾ, ഇന്ത്യയുടെ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ളൊരു വലിയ ഒരു പ്രോസസ്സാണ് ഇതിലൂടെ നടക്കുന്നത്. അങ്ങനെ നടന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ട്രേഡ് ബൂസ്റ്റ് ആവും, അവിടെ ടൂറിസം ബൂസ്റ്റ് ആവും, അങ്ങോട്ടുള്ള ട്രാവൽ വളരെ കോമൺ ആവും. അങ്ങനെയുള്ളതിലൂടെ അവിടെയുള്ള ആൾക്കാർക്ക് എക്കണോമിക് ഡെവലപ്മെൻറ്റ് വരും. അങ്ങനെയുള്ളൊരു സമയത്ത് നമുക്ക് ഇൻസർജൻസിക്ക് കുറവ് വരും അല്ലേ? ഇൻസർജൻസിൻ്റെ ബേസിക് അടിസ്ഥാനപരമായിട്ടുള്ള സൈക്കോളജിക്കൽ ഫാക്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഡിപ്രൈവേഷനിൽ നിന്നാണ് ഇത് വരുന്നത്. ഇപ്പം നക്സലൈറ്റ്സ് ആണെങ്കിലും അവർക്ക് പിന്നീട് അതിൻ്റെ പല തലങ്ങളിലേക്ക് പോകുന്നുണ്ടെങ്കിലും ബേസിക് ആയിട്ടുള്ള ഇഷ്യൂ അവരുടെ ഒരു പോവർട്ടി, ഒരു സോഷ്യൽ ഇഷ്യൂ ഒക്കെ ആയിരിക്കും. ഒരു പരിധി വരെ അത് നമുക്ക് ഇത്തരം എക്കണോമിക് ഡെവലപ്മെൻറ്റിലൂടെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ശരിക്കും അവിടെ വേണ്ടത്. ഈ ഡെവലപ്മെൻ്റ് ആണ് നമുക്കവിടെ വേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പ്രൊജക്റ്റിൻ്റെ, അതാണ് ഈ പ്രൊജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് ഏറ്റവും കൂടുതൽ. അപ്പം മെയിൻസിന് അങ്ങനൊരു ചോദ്യമാണ് വരിക. അതുപോലെ നമുക്കിപ്പോൾ മെയിൻസിന് പ്രതീക്ഷിക്കാവുന്നൊരു ചോദ്യം നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. നിങ്ങൾക്ക് അത് എഴുതി അതിൻ്റെ ആൻസർ ഞങ്ങൾക്ക് അയച്ചു തരിക, അത് റിവ്യൂ ചെയ്ത് നിങ്ങൾക്ക് തരും. മെയിൻസിൻ്റെ ആൻസർ അറ്റംപ്റ്റ് ചെയ്ത് പതുക്കെ എഴുതിയാണ് നമ്മൾ മെയിൻസ് ആൻസർ നല്ലൊരു ആൻസർ എഴുതാനും കൂടെ നമ്മൾ പഠിക്കുന്നത്. റിവ്യൂ കിട്ടിയാണത് പഠിക്കുക. ഓക്കെ, നമുക്കപ്പോൾ അടുത്ത ന്യൂസിലേക്ക് പോവാം. ഇന്ത്യസ് നെക്സ്റ്റ് സെൻസസ്, വൈ ഇറ്റ്സ് ക്രിട്ടിക്കൽ ഫോർ എക്കണോമി, ഗവേണൻസ് ആൻഡ് പോളിസി പ്ലാനിങ്. അപ്പോൾ നമ്മൾ സെൻസസിനെ കുറിച്ച് ഇതിന് മുന്നത്തെ വീക്ക്ലി ന്യൂസ് അനാലിസിസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? എങ്കിലും ഇപ്പം അത് പിന്നെയും ഹെഡ്ലൈൻസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. നമ്മുടെ അടുത്ത നാഷണൽ സെൻസസ് നടക്കാൻ പോകുന്നത് 2 ഫേസിലായിരിക്കും, 2026 ആൻഡ് 2027. ലാസ്റ്റായിട്ട് എപ്പോഴാണ് നടന്നത്? 2011 നടന്നത്. ശരിക്കും പിന്നീട് അത് 10 വർഷം ശേഷം 2021 നടക്കേണ്ടതായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് നടന്നില്ല? കോവിഡ് പാൻഡമിക് വന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ സെൻസസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒരു 16 വർഷത്തെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അതിന് വളരെയധികം എഫക്റ്റുകളും കോൺസിക്വൻസസും ഉണ്ട്. അപ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഡിലേ ആയത്? അത് കോവിഡ് കാലഘട്ടത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ്. പിന്നീട് കോവിഡ് മാറിക്കഴിഞ്ഞും ഈ സെൻസസ് വർക്കേഴ്സ് എന്ന് പറയുന്നത് ഒരു 30 ലക്ഷത്തിലധികം ആൾക്കാർ ടീച്ചേഴ്സാണ്. നമ്മൾ ആ ടീച്ചേഴ്സിനെ ഈ വർക്കിന് വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ കോവിഡ് കഴിഞ്ഞിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഈ ടീച്ചേഴ്സിനെ നമ്മൾ ഈ ഒരു വർക്കിന് വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ അത് അതിനെ അഫക്റ്റ് ചെയ്യും, ആ എഡ്യൂക്കേഷൻ ഫീൽഡിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് പിന്നീട് നമുക്കത് ചെയ്യാൻ പറ്റാതായി പോയതും പിന്നെ അത് ഡിലേ ആയിപ്പോയതും. ഓക്കെ, എന്തുകൊണ്ടാണ് സെൻസസ് ഇമ്പോർട്ടൻ്റ് ആകുന്നത്? അതിൻ്റെ ഡിലേ ഇത്രമാത്രം അഫക്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ 16 വർഷം ഒരു ഗ്യാപ്പ് വന്നില്ലേ? ആ ഗ്യാപ്പിൽ നമ്മുടെ നാട് സ്റ്റാറ്റിക്കായിട്ട് നിൽക്കുമോ? ഇല്ല, ഒരുപാട് മാറ്റങ്ങൾ വരും. അപ്പോൾ നമ്മളിപ്പോൾ എടുക്കുന്ന പോളിസീസും അതുപോലെ എക്കണോമിക് പ്ലാനിങ്ങും എല്ലാം ശരിക്കും പറഞ്ഞാൽ സെൻസസിനെ ബേസ് ചെയ്താണ്. അപ്പോൾ ആ സെൻസസിൻ്റെ ഡാറ്റ തന്നെ കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ പോളിസി പ്ലാനിങ്ങും എല്ലാം തെറ്റില്ലേ? അതാണ് ഇതിൻ്റെ അതാണ് നമുക്ക് ഈ ഡിലേ കൊണ്ട് വന്നൊരു ബുദ്ധിമുട്ട്. അതിനൊരു എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞാൽ ഇൻഫ്ലേഷനും ഇൻട്രസ്റ്റ് റേറ്റും. അപ്പോൾ
എക്കണോമിയിൽ ഇൻഫ്ലേഷൻ കൂടുക, ഓക്കെ, ഇപ്പോൾ നമ്മൾ നോർമൽ ഭാഷയിൽ പറഞ്ഞാൽ സാധനങ്ങൾക്ക് വില കൂടുക എന്ന് വെച്ചാൽ എന്താണ് സാധാരണഗതിയിൽ RBI ചെയ്യുക? RBI എക്കണോമിയിൽ നിന്ന് കാശ് എടുക്കും അല്ലേ? അപ്പോൾ കുറച്ച് കാശാണ് ആൾക്കാരുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ, ഡിമാൻഡ് കുറയും, അങ്ങനെ ഇൻഫ്ലേഷൻ കുറയും. ഇതാണല്ലോ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന പ്രോസസ്സ്. ഇതിനകത്തേക്ക് ഡെപ്തിൽ പോയാൽ എക്കണോമിക് കൺസെപ്റ്റുകളൊക്കെ വരും. പക്ഷെ തുടക്കക്കാരെയും കൂടി കൺസിഡർ ചെയ്താണ് ഞാനിത് ഇത്രയും സിമ്പിളായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഇൻഫ്ലേഷൻ കണക്കാക്കുന്നത്? ഇൻഫ്ലേഷൻ കണക്കാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്തിനെ ബേസ് ചെയ്തിരിക്കുന്നതാണ്? ആൾക്കാരുടെ കൺസംഷനെ ബേസ് ചെയ്തിരിക്കുകയാണ്. ആൾക്കാർ കഴിക്കുന്ന ഫുഡ്, അവർ വാങ്ങുന്ന സാധനങ്ങൾ, അതിനെയാണ് ബേസ് ചെയ്തിരിക്കുന്നത്. ഈ കൺസംഷൻ, അതിൻ്റെ ഡാറ്റ നമ്മൾ എന്തിനെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത്? അത് ഈ സെൻസസിനെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ് ഇൻഫ്ലേഷൻ ഇൻഡിക്കേഷൻ. അത് ബേസ് ചെയ്തിരിക്കുന്ന ഡാറ്റ കൺസംഷൻ ഡാറ്റയാണ്. ഈ കൺസംഷൻ ഡാറ്റ പിന്നെ എവിടെ ബേസ് ചെയ്തിരിക്കുന്നത്? ഈ സെൻസസ് ഡാറ്റയിലാണ്. നമ്മളിപ്പോൾ എടുക്കുന്ന 2011 സെൻസസിലെ ഡാറ്റയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആൾക്കാരുടെ കൺസംഷൻ ഡാറ്റ നമുക്ക് ശരിക്കും അറിയില്ല എന്നുള്ളതാണ് അതിനകത്തെ വാസ്തവം. നമ്മളിപ്പോഴും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണ്, ശരിക്കും ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്നത് കുറവാണെന്ന് വിചാരിക്കുക. ഒരു 30% ഡിക്രീസ് വന്നിട്ടുണ്ട്, വളരെ 30% മാത്രമാണ് കൺസംഷൻ ഉള്ളൂ എന്ന് വിചാരിക്കുക. പക്ഷേ 2011 സെൻസസ് പ്രകാരം നമുക്ക് 45% വരെ ആ പറയുന്ന CPI ഇപ്പോഴും 45% വിചാരിച്ച് നമ്മളൊരു പോളിസി എടുക്കുകയാണ്. അപ്പോൾ ഇൻഫ്ലേഷൻ കൂടുതലാണെന്ന് വിചാരിച്ച് RBI ഇൻട്രസ്റ്റ് കൂട്ടുകയാണ് എന്ന് വന്നാൽ ശരിക്കും അങ്ങനെയാണോ സംഭവിക്കുന്നത്? അല്ല. നമ്മുടെ ഡാറ്റ തെറ്റായതുകൊണ്ട് നമ്മുടെ ഇൻ്റർപ്രിട്ടേഷൻ തെറ്റി, അതുകൊണ്ട് നമ്മുടെ പോളിസി തെറ്റി അല്ലേ? അപ്പോൾ സെൻസസ് ഇല്ലെങ്കിൽ, അത് കറക്റ്റ് ഡാറ്റ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടാവും. അതുപോലെ മൈഗ്രേഷൻ, നമ്മുടെ സിറ്റീസിൽ ഒരുപാട്, ഇപ്പോൾ സിറ്റീസും റൂറൽ ഏരിയയിൽ നിന്നും ഡിസ്ട്രിക്റ്റും വിത്തിൻ ഡിസ്ട്രിക്റ്റും ഇന്റർ ഡിസ്ട്രിക്റ്റും ഒത്തിരി മൈഗ്രേഷൻസ് നടക്കുന്നുണ്ട്. അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ഡാറ്റ നമുക്കിപ്പില്ല, കാരണം സെൻസസ് നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഡാറ്റ കിട്ടിയില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 60% GDP നമ്മുടെ അർബൻ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. പക്ഷേ ആ അർബൻ ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ ഒരു 3% ലാൻഡാണ്. അവിടെ നടക്കുന്ന കറക്റ്റ് പോളിസി പ്ലാനിങ് അവിടെ നടന്നില്ലെങ്കിൽ അത് നമ്മുടെ ലാർജർ മാക്രോ എക്കണോമിക്സിനെ അത് ഒരുപാട് ബാധിക്കും. ഓക്കെ, അപ്പോൾ സെൻസസിൻ്റെ ഡാറ്റ കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ലാർജർ പോളിസിയിൽ അത് വല്ലാണ്ട് റിഫ്ലക്റ്റ് ചെയ്യും, അത് മോശമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് സെൻസസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു കോൺസിക്വൻസ് ആണ് ഞാനിപ്പോൾ ഈ ആർട്ടിക്കിളിൽ കവർ ചെയ്തിരിക്കുന്നത്. അതാണ് ന്യൂസ് പേപ്പറിൽ കൂടുതലായിട്ടും വന്നത്. ബാക്കിയെല്ലാം നമ്മളിതിന് മുന്നേ കവർ ചെയ്തിട്ടുണ്ട്. ഇനി വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ബാക്കി ആസ്പെക്റ്റുകളും കൂടെ കവർ ചെയ്യും. നിങ്ങളുടെ രീതിയിൽ അതിനകത്ത് ഇൻഡെപ്ത് പോവുക. അപ്പോൾ ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ കാണാം, അത് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ന്യൂസിലേക്ക് പോവാം. ആക്സിയം 4 മിഷൻ ആൻഡ് ഇന്ത്യാസ് സ്പേസ് ലീപ്പ്. എന്താണ് ന്യൂസ്? വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ന്യൂസാണ് അല്ലേ? ശുഭാൻഷു ശുക്ല, ഇന്ത്യയുടെ ആസ്ട്രോനോട്ട്, നമ്മുടെ ആക്സിയം 4 എന്ന് പറയുന്ന സ്പേസ് എക്സിൻ്റെ മിഷനിൽ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോവാണ്. അപ്പോൾ റീസെൻ്റ്ലി അത് പോകാനായിട്ട് ഡേറ്റ് അവർ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചില ടെക്നിക്കൽ കാരണത്താൽ അവർക്ക് പോകാൻ സാധിച്ചില്ല, ഡിലേഡ് ആവുകയാണ്. എന്നിരുന്നാലും ശുഭാൻഷു ശുക്ല, നമ്മുടെ ആസ്ട്രോനോട്ട്, ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ISROനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഈവൻ്റ് ആണ്. കാരണം എന്താണ്? ആദ്യം നമുക്ക് അതിലേക്ക് വരാം. അതിന് മുന്നേ എന്താണ് ആക്സിയം 4 മിഷൻ എന്ന് പറയാം. ആക്സിയം 4 എന്ന് പറയുന്നത് ഒരു ആക്സിയം സ്പേസ് എക്സ് ആയിട്ടുള്ള ഒരു കൊളാബറേഷനിൽ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് മിഷനാണ്. ആ സ്പേസ് മിഷന് യൂസ് ചെയ്യുന്ന റോക്കറ്റ് ഏതാണ്? ഫാൽക്കൺ 9 ആണ്. സ്പേസ് എക്സിൻ്റെ ക്രൂ ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റ് ആയിട്ടുള്ള ഫാൽക്കൺ 9 ആണ് അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതിനു മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്താണ് ഈ ഒരു ഈവൻറ്റിൻ്റെ പ്രത്യേകത? സെക്കൻഡ് ഇന്ത്യൻ ആണ് അല്ലേ? ശുഭാൻഷു ശുക്ല രാജേഷ് ശർമ്മയ്ക്ക് ശേഷം സ്പേസിലേക്ക് പോകുന്ന സെക്കൻഡ് ഇന്ത്യൻ ആണ്. ശരിക്കും പറഞ്ഞാൽ ISSൽ, അതായത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ പോകുന്ന ആദ്യത്തെ ഇന്ത്യനുമാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു മിഷൻ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്? കാരണം നമ്മളും ഗഗൻയാൻ, ഒരു ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് മിഷൻ എയിം ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഒരു സ്പേസ് സ്റ്റേഷനും കൂടെ ബിൽഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ സ്പേഡെക്സ് എന്ന് പറയുന്ന ഡോക്കിംഗ് അൺഡോക്കിംഗ് എക്സ്പെരിമെൻ്റ് എല്ലാം ISRO ചെയ്ത് റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾസ് അതിൻ്റെ ടെസ്റ്റ് ചെയ്ത് എല്ലാം നമ്മൾ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന ഒരു സമയത്താണ് ശുഭാൻഷു ശുക്ല ഇങ്ങനെ ഒരു ആക്സിയം ഈ സ്പേസ് മിഷനിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന ഈ മിഷൻ, നമ്മൾ എയിം ചെയ്യുന്ന മിഷന് മുന്നേ ഒരാൾക്ക് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ്.
അല്ലേ? അപ്പം നമ്മൾ ഇവിടെ ഇരുന്ന് അസ്യൂം ചെയ്യുന്നതിനേക്കാളും ഒരുപാട് ബെറ്ററാണ് നമ്മുടെ ഒരാൾ അവിടെ പോയി അതിലുണ്ടാവാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നേരിട്ട് കണ്ട് പഠിച്ചു തിരിച്ചു വന്നിട്ട് ആ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമുക്ക് ഒരുപാട് മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാം, നമുക്ക് കുറച്ചുകൂടെ കരുതലെടുക്കാം അല്ലേ? അപ്പം നമ്മുടെ ആ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നമുക്ക് ഇമ്മൻസ് വാല്യൂ ഉള്ളൊരു നോളജാണ്. അതുപോലെ തന്നെ നമ്മൾ ഭാവിയിൽ 2040 ആകുമ്പോഴേക്കും മൂണിൽ ഹ്യൂമൻ ലാൻഡിങ്ങും കൂടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മിഷൻ, ശുഭാൻഷു ശുക്ല പോകുന്ന ഈ മിഷൻ, അതിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടുന്ന ഈ നോളജ് നമുക്കിതിനെല്ലാം ഉപകാരപ്രദമാവും അല്ലേ? അതുപോലെ തന്നെ ഈ പറയുന്ന ആക്സിയം 4 മിഷനിൽ നമ്മൾ കുറച്ച് ISRO കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് നടത്താനും കൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. മസിൽ ബിഹേവിയർ ഇൻ സീറോ ഗ്രാവിറ്റി, നമുക്ക് സുനിത വില്യംസിൻ്റെ ഒരുപാട് കാലത്ത് ISSലുള്ള ഒരു സമയത്തിന് ശേഷം തിരിച്ചു വന്നപ്പോൾ ഹെൽത്ത് വൈസ് ഉണ്ടായ എഫക്റ്റ് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ? അപ്പോൾ അതുപോലെ ഒരു ആസ്ട്രോനോട്ടിന് സീറോ ഗ്രാവിറ്റിയിൽ ഉണ്ടാകുന്ന മസിൽ ഡിറ്റീരിയോറേഷൻ അല്ലെങ്കിൽ മസിൽ ബിഹേവിയർ എന്താണെന്ന് പഠിക്കാൻ നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ സ്പ്രൗട്ട്സ് ആൻഡ് മൂങ് ദാൾ ഗ്രോത്ത്, അവിടെ നമുക്ക് ഇതുപോലെയുള്ള പൾസസോ നമുക്ക് മില്ലറ്റ്സോ ഗ്രോ ചെയ്യാൻ സാധിക്കുമോ, അതെങ്ങനെയാണത് ഗ്രോ ആവുക, അപ്പോൾ അവിടെ കുറച്ചും കൂടെ സസ്റ്റൈനബിൾ ആയിട്ട് ആസ്ട്രോനോട്ട്സ് നിൽക്കാൻ സാധിക്കുമോ, ഇതും നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൈക്രോ ആൽഗ, അതുപോലെ വേറെ ബയോളജി ടെക്നിക്കൽ എക്സ്പെരിമെൻറ്റ്സ് എല്ലാം നമ്മൾ അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ ഒരു മിഷനിലൂടെ. അപ്പോൾ എന്തുകൊണ്ടും നമ്മുടെ ഒരു സ്പേസ് മിഷനേക്കാളും മുന്നേ ശുഭാൻഷു ശുക്ല പോകുന്ന ഈ മിഷൻ നമുക്ക് ഏറെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ശുഭാൻഷു ശുക്ല ഈ ഒരു മിഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ഇവിടെയുള്ള ബാക്കിയുള്ള നമ്മുടെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് മിഷൻ, അതായത് ഗഗൻയാനിൽ പോകാൻ ഉദ്ദേശിക്കുന്ന ബാക്കി ആസ്ട്രോനോട്ട്സിനെ ട്രെയിൻ ചെയ്യാൻ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആവും. അതുപോലെ തന്നെ ഗഗൻയാൻ മിഷൻ ഇംപ്രൂവ് ആവാൻ ഹെൽപ്ഫുൾ ആവും. അതുപോലെ ഇത് കുട്ടികളെ ഇൻസ്പയർ ചെയ്യാൻ, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ ഇങ്ങനെ പോവുകയാണ് അല്ലേ, അപ്പോൾ ഇതുപോലെയുള്ള കുട്ടികൾ ISROയിലേക്ക് വരാനും ആസ്ട്രോനോട്ട് ആവാനും അതിന് വേണ്ടിയിട്ടുള്ള പഠനങ്ങൾ നടത്താനും ഒക്കെ നമുക്കിതിന് ഒരു ഇൻസ്പിറേഷനും കൂടി ആയിട്ട് മാറും അല്ലേ? അതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ മെയിൻസിലെ ഒരു GS ക്വസ്റ്റിന് പകരം ഒരു എസ്സേ, ഒരു എസ്സേ വരെ ചോദിക്കാനുള്ള ഒരു വർത്തുള്ളൊരു ടോപ്പിക്കാണത് അല്ലേ? കാരണം ഇന്ത്യയുടെ സ്പേസ് ടെക്നോളജിയുടെ ഒരു എവല്യൂഷൻ വേണമെങ്കിൽ നമുക്ക് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് മുതൽ ഇവിടം വരെ നമുക്ക് നോക്കാം. അതായത് വിക്രം സാരാഭായിയുടെ ഒരു കാലഘട്ടം മുതൽ, ഇൻകോസ്പാർ മുതൽ, ISRO മുതൽ, 1969 ISRO മുതൽ ഇവിടം വരെ ഇപ്പം നമ്മൾ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് മിഷൻ്റെ വാതിക്കൽ ചെന്ന് നിൽക്കുകയാണ് അല്ലേ? ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു എവല്യൂഷൻ, ഒരു വലിയ എസ്സേ എഴുതാനുള്ളൊരു എവല്യൂഷൻ തന്നെയുണ്ട്, ഒരു ഭംഗിയായിട്ടുള്ളൊരു എസ്സേ എഴുതാനുള്ളൊരു ഒരു കണ്ടന്റ് ഉണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാനൊരു എസ്സേ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇത്രയും വലിയൊരു എസ്സേ ക്വസ്റ്റ്യൻ വരില്ല, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എലാബറേറ്റ് ആയിട്ട് കൊടുത്തേ ഉള്ളൂ. ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു എസ്സേ എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള, ഈ ആഴ്ചത്തെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കുകൾ. ഇതല്ലാതെ ന്യൂസുകൾ വന്നിട്ടുണ്ട്, പക്ഷെ അത് കഴിഞ്ഞ ആഴ്ചത്തെ ന്യൂസിൻ്റെ കണ്ടിന്യൂഷനാണ് കൂടുതലായിട്ടും വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന ആഴ്ചകളിലെ ന്യൂസ് നമുക്ക് ഇതുപോലെ തന്നെ കോംപ്രിഹെൻസീവായിട്ട് ഡിസ്കസ് ചെയ്ത് പോവാം. താങ്ക് യു സോ മച്ച്.